ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നത്, ഇന്റർവെൽ എസ്റ്റിമേഷൻ. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ ആയിരുന്നു ചെയ്തത്. അതായത് ഒരു റാൻഡം സാമ്പിളിന്റെ വാല്യൂ വെച്ചിട്ട് അതിന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടു, പാരാമീറ്ററിന്റെ അൺനോൺ പാരാമീറ്ററിന്റെ വാല്യൂ കണ്ടു. ഇനി നമ്മൾ ഒരു ഇന്റർവെൽ എടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, we find two statistics T1 and T2 such that T1 less than T2. നമ്മൾ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടുപിടിക്കും, T1 T2 such that T1 എന്ന് പറയുന്നത് ലെസ് ദാൻ T2 ആണ്. ആൻഡ് ഒരു ഇന്റർവെല്, ഈ T1 T2 എന്ന് പറഞ്ഞ ഇന്റർവെല് കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റി എടുക്കും. പ്രോബബിലിറ്റി ഓഫ് T1 T2 എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മൈനസ് ആൽഫ. വേറെ ആൽഫ എന്ന് പറയുന്നത് നമ്മളൊരു അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ്. ഈ ആൽഫനെ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് വിളിക്കും. ഈ ഇന്റർവെലിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സ്റ്റാറ്റിസ്റ്റിക്സുകൾ T1 T2 എടുക്കും, എന്നിട്ട് അതിന്റെ ഇന്റർവെൽ കൺസിഡർ ചെയ്യും. അപ്പൊ ആ ഇന്റർവെലിന്റെ പ്രോബബിലിറ്റി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആയിരിക്കും. 100% അല്ലെങ്കിൽ ഒരു 99% ഒക്കെ പാരാമീറ്ററിന്റെ ഈ ഇന്റർവെല്ലിൽ കിടക്കുന്ന പാരാമീറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ട്രൂ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ട്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മൈനസ് ആൽഫ എന്ന് എടുക്കും. ആൽഫനെ നമ്മൾ കോൺഫിഡൻസ് ഇന്റർവെലിന്റെ കോഎഫിഷ്യന്റ് വിളിക്കും. ഈ ഇന്റർവെലിനെയാണ് നമ്മൾ കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് വിളിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 100 into 1 മൈനസ് ആൽഫ പെർസെന്റേജ് ട്രൂ വാല്യൂ ആയിരിക്കും ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിനി ഓരോ പോപ്പുലേഷന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നെയ്മാൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോർമൽ പോപ്പുലേഷന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ കാണാൻ പോവാണ്, അതിന്റെ മീനിന്റെ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് സിഗ്മ എന്ന് പറയുന്നത് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് മ്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ റാൻഡം സാമ്പിൾസ് എടുക്കുകയാണ്. x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് നോർമൽ പോപ്പുലേഷനിൽ നിന്ന് എടുത്തു. എക്സ് ബാർ എന്ന് പറയുന്നതാണ് അവിടുത്തെ മെയിൻ എന്ന് വിചാരിക്കാം. അപ്പൊ എക്സ് ബാർ എന്ന് പറയുന്നത് n mu സിഗ്മ ബൈ റൂട്ട് n ഉണ്ടാവും. ഇനി നമ്മളൊരു സെഡ് ആയിട്ട് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n എന്ന് എടുക്കുകയാണ്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയി ഇപ്പോ. ഇനി നമ്മൾ അതിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുകയാണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 ഈക്വൽ ടു 1 മൈനസ് ആൽഫ എന്ന് എടുക്കും. നമുക്ക് ഇവിടെ മ്യൂവിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സെഡ് എന്ന് ഇങ്ങനെ എടുത്തു. എന്നിട്ട് ഈ മോഡുലസ് മാറ്റാൻ വേണ്ടിയിട്ട് മൈനസ് സെഡ് ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2. ഇനി സെഡിന് നമ്മൾ ഈ വാല്യൂ കൊടുക്കും, എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ റൂട്ട് n. ആദ്യം എന്നിട്ട് സിഗ്മ ബൈ റൂട്ട് n വെച്ച് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് എക്സ് ബാർ വെച്ചിട്ട് മൈനസ് ചെയ്യും. നമുക്ക് മ്യൂ ആണ് കിട്ടേണ്ടത്. അപ്പൊ മൈനസ് മ്യൂവിന്റെ നമുക്ക് കിട്ടും മൈനസ് എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് n. അപ്പോ അതായത് മൈനസ് നമ്മൾ മാറ്റി കഴിയുമ്പോൾ എല്ലായിടത്തും മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഗ്രേറ്റർ ദാൻ ആവും. എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 സിഗ്മ ബൈ റൂട്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 ബൈ ഇൻറ്റു സിഗ്മ ബൈ റൂട്ട് n. അതായത് ഇത് ആദ്യം എഴുതുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. അപ്പൊ ഇതാണ് നമ്മുടെ T1 T2 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 into 1 മൈനസ് ആൽഫ പെർസെന്റേജ് കറക്റ്റ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ 100 into 1 മൈനസ് ആൽഫ പെർസെന്റേജ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ എക്സ് ബാർ ആണ് മീൻ എഴുതി, സെഡ് എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n എഴുതി. പ്രോബബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് ഈ ആൽഫ തന്നതിനനുസരിച്ച് സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് തന്നിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ എഴുതി മോഡ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ആൽഫ ബൈ 2 എന്ന് എഴുതി. എന്നിട്ട് മോഡുലസ് മാറ്റാൻ രണ്ട് ഭാഗത്തും മൈനസ് പ്ലസ് എന്ന് എഴുതി സെഡിന് നമ്മൾ വാല്യൂ കൊടുത്തു. നമുക്ക് മ്യൂന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം സിഗ്മ ബൈ റൂട്ട് n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ എക്സ് ബാർ കൊണ്ട് മൈനസ് ചെയ്തു, പിന്നെ മൊത്തം മൈനസ് എടുത്തു.
അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതാണ് T1, ഇതാണ് T2. അപ്പൊ ഇതാണ് 100 മൈനസ് 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് മീൻ മ്യൂവിന്റെ. ഇത് സിഗ്മ അറിയാവുന്ന കേസിലാണ്. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ആൽഫ ബൈ 2 ഒക്കെ നമ്മൾ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. നിങ്ങൾക്കൊരു ബുക്ക്, ഒരു ചെറിയൊരു ബുക്ക് ഉണ്ട്, നിങ്ങളത് മുമ്പത്തെ സെമ്മുകളിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു കുഞ്ഞൊരു നമ്മുടെ ക്ലാസ് ടേബിൾ ഒക്കെ പോലത്തെ ഒരു കുഞ്ഞൊരു ബുക്കാണ്. അപ്പൊ അതിൽ നിന്ന് ആൽഫയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് ആൽഫ ബൈ 2ന്റെ വാല്യൂ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതായത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 0.05 ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.96 ആയിരിക്കും. അപ്പൊ അവിടെ 95% കോൺഫിഡൻസ് ഇന്റർവെൽ ആണ്. ഇനി ആൽഫ 0.02 ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 2.326 ആണ്. അപ്പൊ 98% കോൺഫിഡൻസ് ഇന്റർവെൽ ആണ്. ഇനി ആൽഫ 0.01 ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 2.58 ആണ്. അപ്പൊ 99% കോൺഫിഡൻസ് ഇന്റർവെൽ ആണ്. ഇനി ആൽഫ എന്ന് പറയുന്നത് 0.10 ആണെന്നുണ്ടെങ്കിൽ സെറ്റ് ആൽഫ ബൈ 2 എന്ന് പറയുന്നത് 1.645 ആണ്. 90% ആണ് കോൺഫിഡൻസ് ഇന്റർവെൽ. അതായത് നമ്മൾ ഇവിടെ കണ്ടുവച്ചല്ലോ, ജനറലി വാല്യൂ നമ്മൾ കണ്ടുവച്ചു. അപ്പൊ ഈ സെറ്റ് ആൽഫ ബൈ 2ന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കണം. അത് ആൽഫ എത്രയാണോ അതിനനുസരിച്ചാണ് സെറ്റ് ആൽഫ ബൈ 2 മാറിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് സിഗ്മ നമുക്ക് അറിയില്ല, എന്ന് പറയുന്നത് ലാർജ് ആണ്. അതായത് n ഒരു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ആണ്. അപ്പൊ നമ്മുടെ സെഡിന്റെ ഇക്വേഷൻ മാറും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സിഗ്മ അറിയാവുന്നത് കൊണ്ട് എക്സ് ബാർ മൈനസ് മ്യൂ ബൈ സിഗ്മ ബൈ റൂട്ട് n ആയിരുന്നു. ഇവിടെ നമുക്ക് സിഗ്മ അറിയില്ല, അതുകൊണ്ട് എസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ സെയിം ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ബാർ നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അവിടെ സിഗ്മയ്ക്ക് പകരം എസ് വരുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. എക്സ് ബാർ മൈനസ് സെഡ് ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് സെഡ് ആൽഫ ബൈ 2 ഇൻറ്റു എസ് ബൈ റൂട്ട് n. അപ്പൊ ഇതാണ് 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നും ചെയ്തിട്ടില്ല, നേരത്തെ സെയിം സ്റ്റെപ്പുകൾ തന്നെ. അതില് സിഗ്മ അറിയാവുന്നത് കൊണ്ട് സിഗ്മ ആയിരുന്നു ഇട്ടിരുന്നത്, ഇവിടെ സിഗ്മ അറിയില്ല, അപ്പൊ നമ്മൾ എസ് ആണ് എടുത്തത്. ഇനി നമ്മൾ അടുത്ത കേസ് എന്ന് പറയുന്നത് സിഗ്മ അറിയില്ല, n സ്മോൾ ആയിരുന്നു. മറ്റേതില് n ലാർജ് ആയിരുന്നു, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. ഇവിടെ n ലെസ് ദാൻ 30 ആണ്. അപ്പൊ പല കേസുകൾ വരും, പല കേസിനനുസരിച്ച് നമ്മുടെ സിഗ്മ സെഡ് ആൽഫ ബൈ 2ന്റെ വാല്യൂ ഒക്കെ മാറും. ആ ടേബിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ലെറ്റ് x1 x2 എന്ന് പറയുന്നത് റാൻഡം സാമ്പിൾ ആണ്, സിഗ്മ അറിയില്ല. എക്സ് ബാർ സാമ്പിൾ മീൻ ആണ്, എസ് സ്ക്വയർ സാമ്പിൾ വേരിയൻസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ സെഡ്, അതായത് ടി സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് നമ്മൾ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് മോഡ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2 എന്ന് എടുത്തു. അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ മൈനസ് ടി ആൽഫ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ആൽഫ ബൈ 2. എന്നിട്ട് ടിയുടെ വാല്യൂ നമ്മൾ കൊടുത്തു, എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1. അപ്പൊ എന്നിട്ട് എസ് ബൈ റൂട്ട് n മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എക്സ് ബാർ കൊണ്ട് മൈനസ് ചെയ്യും, എന്നിട്ട് ഫുൾ നെഗറ്റീവ് എടുക്കും നമ്മൾ. അപ്പൊ ലാസ്റ്റ് നമുക്ക് കിട്ടണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ മൈനസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് ടി ആൽഫ ബൈ 2 എസ് ബൈ റൂട്ട് n മൈനസ് 1. അപ്പൊ 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഇതാണ്. T1 എന്ന് പറയുന്നത് ഇതും T2 എന്ന് പറയുന്നത് ഇതുമാണ്. ഓക്കെ, അതായത് പല കേസിൽ ഇതിപ്പോ നമ്മള് നോർമൽ പോപ്പുലേഷൻ ആണ് ചെയ്തത്. അപ്പൊ മീൻ മ്യൂവിന്റെ ഇതായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സിഗ്മ അറിയാവുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ബാർ മൈനസ് യു ബൈ സിഗ്മ ബൈ റൂട്ട് n. ഇനി സിഗ്മ അറിയില്ല എന്ന് പറയുമ്പോൾ രണ്ട് കേസ് ഉണ്ട്, n ലാർജ് ആവുമ്പോൾ n സ്മോൾ ആവുമ്പോൾ. n ലാർജ് ആവുമ്പോൾ ഇക്വേഷൻ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n ആണ്. ഇനി n സ്മോൾ ആവുമ്പോൾ എക്സ് ബാർ മൈനസ് മ്യൂ ബൈ എസ് ബൈ റൂട്ട് n മൈനസ് 1 ആണ്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത് നമുക്ക് 100 ഇൻറ്റു 1 മൈനസ് ആൽഫ പെർസെൻറ്റേജ് കോൺഫിഡൻസ് ഇന്റർവെൽ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് അപ്പൊ ക്വസ്റ്റ്യൻസ് ഈ കോൺഫിഡൻസ് ഇന്റർവെൽ കാണാനാണ്. അപ്പൊ നിങ്ങൾക്ക് സെഡ് ആൽഫ ബൈ 2 ആൽഫയും ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ ആ പ്രോബ്ലത്തിൽ ഇട്ട് കൊടുത്താൽ മതി, വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. സിഗ്മ അറിയാമെന്നുണ്ടെങ്കിൽ സിഗ്മയുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ എസിന്റെ ഒക്കെ വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാം വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇന്റർവെൽ T1 T2 കറക്റ്റ് ആയിട്ട് വാല്യൂ എത്രയാന്ന് കിട്ടും. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.
ഇതിപ്പോ നോർമൽ പോപ്പുലേഷൻ ആയിരുന്നു. ഇനിയിപ്പോ വേറെ പോപ്പുലേഷന്റെയും ഇതുപോലെ കോൺഫിഡൻസ് ഇന്റർവെൽസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഈ ചാപ്റ്ററിൽ ഇന്റർവെൽ എസ്റ്റിമേഷൻ അല്ലേ, അതായത് കോൺഫിഡൻസ് ഇന്റർവെല് കാണാനാണ്, ഓരോ പോപ്പുലേഷന്റെ കാണാനാണ് ഈ ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിപ്പോ നോർമലിയാണ് നമ്മൾ കണ്ടത്. നാളെ എക്സാമ്പിൾസും ചെയ്യാം, പിന്നെ വേറെ അടുത്ത പോപ്പുലേഷൻ്റെയും കൂടെ എടുക്കാം. ഓക്കെ, ഇതില് വീഡിയോ ക്ലാരിറ്റി ഇത്തിരി കുറവാന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാലോ, വോയിസ് കേൾക്കാലോ, പിന്നെ നോട്ട് തരുന്നുണ്ട്. അപ്പൊ അതും ഇതും കമ്പയർ ചെയ്ത് നോക്കിയാലും മതി. ഇനിയിപ്പോ എങ്ങാനും കാണാൻ പറ്റുന്നില്ല, ബ്രൈറ്റ്നെസ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ അത് ഞാനിപ്പോ കളർ ഇതിന്റെ മാറ്റിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. സാധാരണ കളർ മാറ്റി ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മാജിക് കളർ എന്ന് പറഞ്ഞത് ആ കളർ ഉണ്ടായിരുന്നു, ഇതത് ആക്കിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ബാക്കി അടുത്ത ദിവസം എടുക്കാം. താങ്ക് യു.